അപ്പോൾ അടുത്തത് അബിയും. ഇതെല്ലാം ഒരു വീഡിയോ എടുക്കാൻ പറ്റൂല കേട്ടോ. നമ്മളവിടെ നെറ്റ്വർക്കൊക്കെ നല്ല സൂപ്പറായ കാരണം എല്ലാം അപ്ലോഡ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അതപ്പോൾ ഓരോന്ന് എടുക്കുവാണെങ്കിൽ ഞാൻ ബ്ലേഡ് എടുത്തിട്ട് വരുമായിരുന്നു. അവിടെ നിന്ന് കാറ്റ് ബ്ലേഡ് എല്ലുപൊടി ഇങ്ങനെ 2 പിടി വാരിയിടുക. പിന്നെ പഞ്ചാരയല്ല കേട്ടോ, എസ്എം സാൾട്ടാണ്. സോലാമൃതം അമൃതം പോലെ കിട്ടിട്ട് 3 മാസം കഴിയുമ്പോൾ വളവിടണേ. അതേപോലെ വെച്ചാൽ പാത്രം പോരാ, വളവിടണം. വലിയ തയ്യ കേട്ടോ. ഇത് കണ്ടിച്ചിട്ട് വെച്ചില്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോകാറും. ബ്ലേഡ് എടുക്കാൻ പോയിട്ടുണ്ട് അടുത്ത്. പാടാ, നമുക്ക് പോകുമ്പോൾ കൊടുക്കാം. ഇപ്പടി ഇങ്ങനെ കണ്ടിക്കുക. മണ്ണിടണോ ലേശം? അബിയും എന്നാ കിണ്ടിയാന്ന് എനിക്ക് ഇപ്പോഴും ഒരു പിടുത്തം കിട്ടിയില്ല കേട്ടോ. അല്ല, ഇത് ഈ മാങ്കോസ്റ്റിൻ്റെ ഇത് വരാൻ തുടങ്ങിയല്ലേ? മാങ്കോസ്റ്റിൻ ബഡ് ചെയ്യാൻ തുടങ്ങിയല്ലേ? 3-ാം വർഷമൊക്കെ ഇപ്പോൾ കായ്ക്കും എന്നൊക്കെ പറഞ്ഞ് കാണും. മുതലാളിയോട് ചോദിച്ചു നോക്കിയാൽ അറിയാം. അറിയായോ? പോരെ, കുറച്ച് വളം കൂടെ ഇട്ട് കൊടുക്കുക. 1 പിടി എല്ലുപൊടി, പിന്നെ ബാക്കി സോനാമൃതം അങ്ങോട്ട് വാരി അങ്ങോട്ട് ഇട്ടേക്കുക. ഇതെല്ലാം പെട്ടെന്ന് കായ്ക്കേണ്ട സാധനം. അല്ല, അബി വേഗം കായ്ക്കുമല്ലോ അല്ലേ? അബിയു നമ്മുടെ കാലാവസ്ഥയിൽ പടപടാന്ന് കായ്ക്കുന്ന സാധനം അബിയു. അയ്യോ കവറ് കണ്ടിച്ചില്ല. അയ്യോ, അബിയു കായ്ക്കും, റംബൂട്ടാൻ കായ്ക്കും. മാവ്, ആ മാവിൻ്റെ പേരെന്നാ പറഞ്ഞേ? ആംഡോക്കല്ലല്ലോ, കോട്ടൂർക്കോണം. എങ്ങനെയല്ലേ കോട്ടൂർക്കോണം എന്ന് പേര് പറഞ്ഞേ? സ്ഥലപ്പേരും വല്ലതും ആയിരിക്കും അല്ലേ? വലിയ അബിയോ വിദേശിയല്ല, നമ്മുടെ നാട്ടിലുള്ള സാധനം. വിദേശി ഈ എല്ലാ ഓത് കഴിഞ്ഞിട്ടുണ്ടാകത്ത ഈ നാട്ടിൽ നിൽക്കടാ. കൂടുന്ന കാണേണ്ട ആവശ്യമില്ല. എല്ലാവരും അതേപോലെ തടവൊക്കെ വെച്ചാൽ പൊരിയ വെയിലത്ത് നനയ്ക്കുന്ന വെള്ളം ഒഴിയും പോകില്ല, തയ്ക്കും കിട്ടും. ട്രിപ്പ് ഇറിഗേഷനാട്ടോ ഇവിടെയല്ല.